നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയം. ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ആണവ വിഷയങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉറപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കരാറുകളൊന്നുമില്ലാതെ തന്നെ US പ്രതിനിധി സംഘം നിരാശരായി മടങ്ങുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. JD വാൻസ് നയിച്ച US സംഘത്തിൽ ജാരേഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പങ്കെടുത്തിരുന്നു. ഇറാൻ സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും നയിച്ചു. ആണവ വിഷയവും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഭിന്നതകളും ഒത്തുതീർപ്പിലാകാതിരുന്നതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും കടുപ്പിക്കുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ഈ പരാജയം ആഗോള എണ്ണ വിപണിയിലും മേഖലയിലെ സമാധാന ശ്രമങ്ങളിലും നിർണായക പ്രതിഫലനം സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ഈ പരാജയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തലിനെയും അനിശ്ചിതത്വത്തിലാക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും സംഘർഷത്തിലാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഞങ്ങൾ മടങ്ങുന്നു നിരാശരായി എന്നാണ് ഇസ്ലാമാബാദിൽ നിന്ന് ഇറാൻ US ചർച്ചകൾ ധാരണയില്ലാതെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചത്. ആണവായുധം വികസിപ്പിക്കരുത് എന്ന അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കരാറുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാൻസിന്റെ മടക്കം. ചർച്ച പരാജയപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ഇറാൻ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങൾ US ചർച്ചയിലൂടെ നേടാൻ ശ്രമിച്ചുവെന്നാണ് ആരോപിച്ചത്. USന്റെ അമിതമായ ആവശ്യങ്ങളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ചർച്ചാമുറിയിൽ ഇറാനെതിരായ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങളായ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയം, രാജ്യത്ത് നിന്ന് ആണവ വസ്തുക്കൾ നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അമേരിക്ക നേടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇറാനിയൻ പ്രതിനിധി ആ ശ്രമം പരാജയപ്പെടുത്തി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് ഇത്. 21 മണിക്കൂറിലേറെ മാരത്തൺ ചർച്ചയിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്നതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടതെന്ന് US വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ചർച്ചയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയായിരുന്നു ഏറ്റവും മികച്ച വാഗ്ദാനം മുന്നോട്ട് വെച്ചുവെങ്കിലും ഇറാൻ സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചാവേദിയിൽ നിന്ന് മടങ്ങിയത്. ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ചർച്ച തുടരുമെന്നാണ് ഇറാൻ നിലപാട്. ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഒരു കാരണം കണ്ടെത്തുകയായിരുന്നുവെന്ന് ഇറാൻ പ്രതിനിധി സംഘത്തോട് അടുത്ത വൃത്തങ്ങൾ ആരോപിച്ചു. പന്ത് ഇനി അമേരിക്കയുടെ കോർട്ടിലാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ ചർച്ചകളുടെ ഫലം എന്തുതന്നെയായാലും ഇറാനുമേൽ വാഷിംഗ്ടൺ വിജയം നേടിക്കഴിഞ്ഞുവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കിലേക്ക് 2 യുദ്ധക്കപ്പലുകൾ അയച്ചതായി അവകാശപ്പെട്ടു. കടലിൽ മൈനുകൾ സ്ഥാപിച്ചിരുന്ന ഇറാന്റെ 28 ബോട്ടുകൾ നശിപ്പിച്ചതായും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനാണ് കപ്പലുകൾ പ്രവേശിച്ചതെന്ന് US സേനയും വ്യക്തമാക്കി. എന്നാൽ ഹോർമുസ് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലുകളെ മുന്നറിയിപ്പ് നൽകി പിന്തിരിപ്പിച്ചു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ബോംബാക്രമണമാണ് കാര്യങ്ങൾ വഷളാക്കിയത് എന്ന് പറയുന്നു. തെക്കൻ ലെബനനിലെ ടെഫാത്തയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമാബാദിൽ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് US ഇറാൻ സംഘ നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രാഥമിക ധാരണയുണ്ടായാൽ നേരിട്ടുള്ള ഉയർന്നതല ചർച്ചകൾ നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 1979 ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുഖാമുഖം വന്ന ഉന്നത നയതന്ത്ര ചർച്ചയായിരുന്നു നടന്നത്. ആണവായുധം സംബന്ധിച്ച് ഇറാൻ നിലപാടിൽ മാറ്റം വരുത്താതെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കില്ലെന്ന സൂചന വാൻസ് നൽകിക്കഴിഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചാണ് വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം നടക്കുന്നത്. ആണവ ആയുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ആണവോർജ്ജ പരിപാടി മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നുമൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ സമീപ വർഷങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചതാണ് USനെയും സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തിയത്. ഇതേ തുടർന്ന് 2 തവണ USും ഇറാനും യുദ്ധത്തിലേർപ്പെട്ടു. ഇറാൻ ഇപ്പോഴും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ആണവായുധവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ഉടക്കിയതെന്നും അതായിരുന്നു ലക്ഷ്യമെന്നും വാർത്താ സമ്മേളനത്തിൽ വാൻസ് പറയുകയും ചെയ്തു. ഞായറാഴ്ചയും ചർച്ചകൾ തുടരാൻ ഇടയുണ്ടെന്ന് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ചർച്ചകൾ അവസാനിച്ചോ എന്ന കാര്യത്തിൽ US ഭരണകൂടം അവസാനമായി പ്രതികരിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രധാനമായും ചർച്ച എത്തി നിൽക്കുന്നതായി ഇറാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 40 ദിവസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യമാണ് ഇതോടെ സംജാതമായിരിക്കുന്നത്.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും നേരത്തെ തന്നെ തകർക്കപ്പെട്ടതാണ്. എന്നാൽ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറപ്പ് നൽകാൻ ഇറാൻ വിസമ്മതിക്കുന്നതായാണ് വാൻസ് വ്യക്തമാക്കിയത്. ഇതുകൂടാതെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച പരാജയമാക്കാൻ ഇടയായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഭാഷണത്തിന് സൗകര്യമൊരുക്കുന്നത് തുടരുമെന്ന് പാകിസ്ഥാൻ ഞായറാഴ്ച പറഞ്ഞു. ഇതേസമയം ചർച്ചകൾ ഒരു വഴിത്തിരിവില്ലാതെ അവസാനിച്ചതിനു ശേഷം വെടിനിർത്തൽ നിലനിർത്താൻ ഇരുവിഭാഗത്തെയും പ്രേരിപ്പിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ഒരു കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്ന് വെടിനിർത്തൽ തുടരാൻ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് അമേരിക്കയോടും ഇറാനോടും അഭ്യർത്ഥിച്ചു. ചർച്ചകൾ താൽക്കാലികമായി പരാജയപ്പെട്ടുവെങ്കിലും ആശയവിനിമയത്തിനുള്ള വഴികൾ അടഞ്ഞിട്ടില്ലെന്ന് പാകിസ്ഥാന്റെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനും മറ്റ് പ്രാദേശിക രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാൻ ഇനിയും ശ്രമങ്ങൾ തുടരും. ഒറ്റ കൂടിക്കാഴ്ചയിൽ തന്നെ കരാറിലെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ചില വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. എങ്കിലും 2-3 പ്രധാന കാര്യങ്ങളിൽ ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തോടൊപ്പം നിരവധി തീവ്രവും ക്രിയാത്മകവുമായ ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് മധ്യസ്ഥത വഹിച്ചതായി ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ പറഞ്ഞു. വെടിനിർത്തലിനോടുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും തുടർന്നും ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ശാശ്വത സമാധാനവും പ്രാദേശിക സ്ഥിരതയും കൈവരിക്കുന്നതിന് ഇരുപക്ഷവും ഒരു പോസിറ്റീവ് സമീപനം നിലനിർത്തുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ധാർ പറഞ്ഞു. വരും ദിവസങ്ങളിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ഇടപെടൽ സുഗമമാക്കുന്നതിൽ പാകിസ്ഥാൻ തുടർന്നും പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതിനും പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ അംഗീകരിച്ചതിനും ദാർ ഇരുപക്ഷത്തിനും നന്ദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി 2 ആഴ്ച നീളുന്ന വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആശ്വാസം ലോകം മുഴുവൻ അലയടിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. അമേരിക്ക അണുബോംബ് ഉപയോഗിക്കുമോ എന്നവരെ ഭീതി ഉണർത്തിയ ദിനങ്ങൾക്ക് ശേഷം തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടതിൻ്റെ സന്തോഷം എണ്ണവിലയിലും ലോക കമ്പോളങ്ങളിലും പ്രതിഫലിച്ചിരുന്നു. എന്നാൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്നുകഴിഞ്ഞും ഇസ്രയേൽ ലബനനുമേൽ ബോംബുകൾ വർഷിക്കുന്നതും ഇതിന് മറുപടിയെന്നോണം ഇറാൻ തിരിച്ചടിക്കുന്നതും പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ട്രംപ് ആദ്യം പുറത്തുവിട്ട സന്ദേശത്തിൽ 1979 മുതൽ ഇറാൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള തിരിച്ചടിയാണ് യുദ്ധം എന്നാണ് പറഞ്ഞത്. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിലെ നിലവിലെ ഭരണസംഹിത മാറ്റുകയാണ് യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു. ഇതിനുശേഷമാണ് 5 ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് തങ്ങൾ ഒരുമ്പിടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. ആദ്യത്തേത് ഇറാന്റെ മിസൈൽ സംബന്ധമായ ശക്തികൾ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതും, രണ്ടാമത് ഇറാന്റെ നാവിക വ്യോമസേനകൾ നശിപ്പിക്കുക എന്നും, മൂന്നാമത് ഇറാൻ പിന്താങ്ങുന്ന സായുധ സേനകളെ നിർവീര്യമാക്കുക എന്നുമായിരുന്നു. 4ാമത്തെ നിർദ്ദേശം ഇറാന്റെ അണുബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇനി ഒരിക്കലും കൈവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 5ാമത്തെ ആവശ്യം. യുദ്ധം നടന്ന സമയത്ത് ഈ ലക്ഷ്യങ്ങൾ നേടി എന്ന് പലതവണ ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇതിലൊന്നുപോലും പൂർണ്ണമായും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇപ്പോൾ ചർച്ചയും പരാജയപ്പെട്ടു. അതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് പശ്ചിമേഷ്യയിൽ അലയടിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.